മഹാരാജാസ് കോളേജിലെ ക്ലാസ് മുറി ആശാൻ കവിതകളെക്കുറിച്ചാണ് MK സാനുമാഷ് പറഞ്ഞു തുടങ്ങിയത്. 97-ാം വയസ്സിൽ വീണ്ടും ഒരിക്കൽ കൂടി അധ്യാപകനായി. തന്നതില്ല പരന് ഉള്ളു കാട്ടുവാൻ ഈശ്വരൻ. എൻ്റെ ഹൃദയത്തിൽ നടക്കുന്ന ഇതാണ് എന്ന് നിങ്ങളോട് പറയാൻ എനിക്കൊന്നും തന്നിട്ടില്ല, കാണിക്കാൻ നിവർത്തിയില്ല. ഞാൻ അനുഭവിക്കുന്ന വിസ്മയം അല്ലെങ്കിൽ സങ്കടം ആകെയുള്ളത് വാക്കാണ്. ഇന്ന ഭാഷ ഇത് അപൂർണം, അത് വളരെ വൈയാത്മമാണ്. അത് പൂർവ്വ വിദ്യാർത്ഥികളും മലയാളം അധ്യാപകരും സാനുമാഷിന്റെ കുട്ടികളായി പല ബെഞ്ചുകളിൽ ഇടം പിടിച്ചു. തലമുറകൾക്ക് അറിവ് പകർന്നു നൽകിയ സാനുമാഷ് പുതിയൊരു തലമുറയ്ക്കും അധ്യാപകനാവുകയാണ്. കുട്ടികളുടെ അതിരില്ലാത്ത സ്നേഹം അതർഹിക്കാത്ത ഒരു വ്യക്തിയിൽ അവരർപ്പിച്ചു എന്നാണ് ഞാൻ അതിനെപ്പറ്റി പറയുന്നത്. വീണ്ടും ഒരിക്കൽ കൂടി കോളേജിലേക്ക് എത്തുമ്പോൾ മഹാരാജാസ് കോളേജിലെ പഴയ അധ്യാപന കാലം സാനുമാഷിന്റെ വാക്കുകളിൽ ഇങ്ങനെയാണ്. പുനർജന്മത്തിൻ്റെ പ്രതീതിയാണ് എനിക്കുണ്ടാകുന്നത്. വാർദ്ധക്യത്തിൻ്റെ എല്ലാ പീഡകളും പുറമെ ഞാൻ കാണിക്കുന്നില്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്, നടക്കാൻ വയ്യ. അതിനിടയിൽ ഇവരുടെ കുട്ടികളുടെ സ്നേഹവും ക്ലാസ് എടുക്കുന്ന അനുഭവവും ഒരു ഉന്മേഷദായകമായ കുളിർകാറ്റ് പോലെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. വീണ്ടും സാനുമാഷിന്റെ ക്ലാസ്സിലിരിക്കാനായതിന്റെ സന്തോഷം പൂർവ്വ വിദ്യാർത്ഥികളും പങ്കുവച്ചു. ക്ലാസ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മൾ ഇന്ന് കണ്ടു കഴിഞ്ഞു. അത് വളരെ ഊർജ്ജസ്വലനാണ്. അക്ഷരത്തിന്റെ വഴിയിൽ അദ്ദേഹം ഇന്നും വളരെ സജീവമാണ്. നമ്മുടെ പുണ്യങ്ങളിലൊന്നാണ്. 1 മണിക്കൂർ ക്ലാസ് എടുത്ത് മടങ്ങുമ്പോൾ അധ്യാപകനായി തിരികെ വീണ്ടും എത്താൻ ആഗ്രഹമുണ്ടെന്നു കൂടി പറയുകയാണ് സാനുമാഷ്. ക്ലാസ് എടുക്കുന്നത് തുടരാൻ തോന്നുന്നുണ്ടോ? ഇവിടെ നിൽക്കുമ്പോൾ തുടരാൻ ആഗ്രഹമുണ്ട്. അവസരം കിട്ടിയാൽ ഇനി തുടരും, ശേഷി അനുസരിച്ച്. ഒരിക്കൽ കൂടി മഹാരാജാസ് കോളേജിലെ ക്ലാസ് മുറിയിൽ ഒത്തുകൂടിയതിന്, കവിതകളും കഥകളും പങ്കുവച്ചതിന്, ഓർമ്മകൾക്കായി ഒരു ചിത്രം കൂടി പകർത്തുകയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. തത്സമയം അരുൺ ശങ്കർ ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. സന്തോഷത്തോടുകൂടി മനസ്സ് നിറഞ്ഞ് ഈ റിപ്പോർട്ട് ഞാനും അങ്ങനെ കണ്ടു നിൽക്കുകയായിരുന്നു. അരുൺ, നമ്മൾ സാനുമാഷ് എന്ന സ്നേഹത്തോടെ ബഹുമാനത്തോടെ പറയുമ്പോഴും പുതിയ തലമുറയ്ക്ക് ഒരു പക്ഷേ പ്രൊഫസർ MK സാനു എന്ന ആ മനുഷ്യനെ കൃത്യമായി ആവണം അല്ലെങ്കിൽ ആയിക്കൊള്ളണമെന്നില്ല. അത്രത്തോളം പെരുമയുള്ള ഈ മനുഷ്യൻ വാഗ്മിയാണ്, അധ്യാപകനാണ്, എഴുത്തുകാരനാണ്, സാഹിത്യ വിമർശകനാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഇരിക്കാൻ കഴിയുക എന്ന് പറയുന്നതിൻ്റെ പുണ്യം പോലെ മറ്റൊന്നില്ല, അല്ലേ അരുൺ? തീർച്ചയായിട്ടും ഒരു അധ്യാപകനായിരിക്കുക എന്നുള്ളത് ജീവിതകാലം മുഴുവനും ഉള്ള ഒരു അനുഗ്രഹമാണ്. കാരണം അധ്യാപനത്തിന് ഒരിക്കലും ഒരു വിരമിക്കൽ ഉണ്ടാകില്ല. ഔദ്യോഗികമായിട്ട് വിരമിക്കൽ ഉണ്ടെങ്കിൽ പോലും അധ്യാപനം എന്നുള്ളത് തുടർന്നു കൊണ്ടിരിക്കുന്നൊരു സബരിയാണ്. കാരണം അറിവ് പകർന്നു നൽകുക എന്നുള്ളതിന് ഒരിക്കലും ഒരു ഫുൾസ്റ്റോപ്പിടാൻ കഴിയില്ലല്ലോ. അപ്പോൾ MK സാനുമാഷും അങ്ങനെ അറിവ് പകർന്ന് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം എത്രത്തോളം ആവേശത്തോടു കൂടിയാണ് ക്ലാസ് എടുക്കുന്നത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകും. ഞാൻ വീണ്ടും ഈ മുറ്റത്തേക്ക് എത്തുമ്പോൾ, മഹാരാജാസിൽ അദ്ദേഹത്തിൻ്റെ പഴയ തട്ടകമായ മഹാരാജാസിലേക്ക് എത്തുമ്പോൾ, ആ ക്ലാസ് മുറിയിലേക്ക് എത്തുമ്പോൾ ഒരു പുനർജന്മം കിട്ടിയതുപോലെ ആണെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ശാരീരിക അവശതകളൊക്കെ ഉണ്ട്, പ്രായത്തിനെ അലട്ടുന്ന പീഡകളൊക്കെ ഉണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പക്ഷേ ക്ലാസ് എടുക്കുമ്പോൾ തനിക്ക് അതിനേക്കാൾ വലിയ ഉന്മേഷമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ക്ലാസ്സുകൾ ഇനിയും എടുക്കണമെന്നുള്ളതാണ് ആഗ്രഹമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതിന് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ട് ഇപ്പോൾ 97 വയസ്സായി. എനിക്ക് തോന്നുന്നു ഒരു നൂറ്റാണ്ടിൻ്റെ അധ്യാപകനായിട്ട് അദ്ദേഹം ഇനിയും ജീവിക്കും എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അറിവിന് അതിരുകളില്ല. അതുകൊണ്ട് ആ അറിവ് ഈ നിലവിലെ തലമുറയ്ക്കും വരുന്ന തലമുറയ്ക്കും പകർന്നു കൊടുക്കാനായിട്ട് അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മുടെയും പ്രതീക്ഷ. എന്തായാലും MK സാനുമാഷിൻ്റെ ക്ലാസ്സിലിരുന്നവർക്ക്, മുൻപിരുന്നവർക്ക് ഒരിക്കൽ കൂടി അതിനുള്ളൊരു അവസരമാണ് ലഭിച്ചത്. പൂർവ്വ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ തന്നെ ഒരു കുട്ടിയുടെ, ഒരു വിദ്യാർത്ഥിയുടെ ആകാംക്ഷയോട് കൂടി തന്നെയാണ് MK സാനുമാഷിൻ്റെ ക്ലാസ്സിൽ നിന്ന്. സാനുമാഷും അതുപോലെ തന്നെയാണ് പഴയ അധ്യാപന കാലത്തെ ഓർത്ത് അല്ലെങ്കിൽ പുതിയ കാലത്തിനോട് ചേർന്ന് നിന്നുള്ളൊരു അധ്യാപന രീതിയെ ആവാഹിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം ക്ലാസ് എടുത്തിട്ടുണ്ടാവുക. എന്തായാലും ഒരു അധ്യാപകൻ ഒരിക്കലും മരിക്കുന്നില്ല, അദ്ദേഹം വിരമിക്കുന്നില്ല. അദ്ദേഹം തുടർന്ന് അദ്ദേഹത്തിൻ്റെ അറിവ് പകർന്നു നൽകുന്ന ആ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. അത് ഓരോ അധ്യാപകർക്കും അത് കൂടുതൽ ആവേശവും ആകാംക്ഷയും ഉന്മേഷവുമായിരിക്കും നൽകുക. തീർച്ചയായിട്ടും അരുൺ.